ശാഖയുടെ പ്രസിഡന്റ് ശ്രീ അനീച്ചൻ അറുപതിൽ അവർ, ശാഖയുടെ ഏറെ പ്രിയങ്കരനായ സെക്രട്ടറി സൈജുട്ടി കാഞ്ഞിരപ്പള്ളി, വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് പ്രണവ്, ശ്രീനാരായണ ധർമ്മ പക്ഷാചരണം ഗുരുവിൻ്റെ മഹാസമാധി ദിനമായ കന്നി 5, തുടർന്ന് തൊട്ടടുത്ത് തന്നെ വരുന്ന ഭഗവാന്റെ അനന്തരഗാമിയായി അവരോധിച്ച ബ്രഹ്മശ്രീ ബോധാനന്ദ സ്വാമികളുടെ സമാധി ദിനമായ കന്നി 9 മുൻ വർഷങ്ങളിൽ നമ്മൾ ആചരിച്ചു പോന്നിരുന്നു. നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഞാൻ ഗുരുസ്തവത്തെ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അങ്ങനെ പറഞ്ഞത് ഗുരുസ്തവം എല്ലാവർക്കും അറിയുള്ള, നമ്മളുടെ നിത്യപ്രാർത്ഥനയിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെയും സന്ധ്യാവേളകളിൽ വിളക്ക് തെളിച്ച് നാമം ചൊല്ലുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ വീടുകളിലും പ്രാർത്ഥന ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്, മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ മുൻപ് സ്വാഗത പ്രസംഗിക്കാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പുരുഷ പ്രാർത്ഥനാ സംഘമുള്ള ഏക ശാഖയും നമ്മുടെ ശാഖയാണ്. അപ്പൊ അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അംഗവീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോവാറുണ്ട്. നമ്മുടെ കുടുംബയോഗങ്ങൾ സജീവമാണ്. തീർച്ചയായിട്ടും എല്ലാ കുടുംബങ്ങളിലും സന്ധ്യാവേളകളിലെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥന ഉണ്ടായിരിക്കും. അങ്ങനെ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിലൊക്കെ നിശ്ചയമായും നമ്മൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് നാരായണമൂർത്തി. അതാണ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗുരുസ്തവം. നാരായണമൂർത്തി ഗുരു നാരായണമൂർത്തി നാരായണമൂർത്തി ഗുരു നാരായണമൂർത്തി നാരായണമൂർത്തി ഗുരു നാരായണമൂർത്തി നാരായണമൂർത്തി പരമാചാര്യ നമസ്തേ. ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമഃ. നമ്മളുടെ നിത്യപ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള ഈ ഗുരുസ്തവം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏവർക്കും ഗുരുസ്തവത്തിന്റെ വരികൾ അല്ലെങ്കിൽ ആ പദ്യം, ശ്ലോകം തീർച്ചയായിട്ടും മനഃപ്പാഠമാണെന്നുള്ള വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിവിടെ ഗുരുസ്തവം പഠിപ്പിക്കലല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ബഹുമാന്യ ബന്ധുജനങ്ങൾക്ക് ഗുരുസ്തവം എന്തുകൊണ്ട് നമ്മുടെ നിത്യപ്രാർത്ഥനയുടെ ഭാഗമാക്കണം, എന്തുകൊണ്ട് ശ്രീനാരായണ സ്വാമി തൃപ്പാദങ്ങളുടെ മറ്റുള്ള സ്തോത്ര പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സ്വാമി തൃപ്പാദങ്ങള് ദേവീ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ട് ധാരാളം സ്തോത്രകൃതികൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രബോധനാത്മക കൃതികൾ എന്നുള്ള പേരില് കുറച്ചുകൂടി തത്വചിന്താപരമായി കൃതികൾ ഉണ്ട്. ഗദ്യപ്രാർത്ഥനയുണ്ട്, തർജ്ജിമകളുണ്ട്. അതൊക്കെ ഭഗവാൻ നമ്മൾക്ക് നൽകിയിട്ടുള്ള
നമ്മളുടെ ആത്മീയ ഉണർവിന്, പുരോഗതിക്ക് നൽകിയിട്ടുള്ള മഹത് സംഭാവനകളാണെങ്കിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് സ്വാമി തൃപ്പാദങ്ങളുടെ കാലഘട്ടത്തിൽ സശരീരനായിരിക്കെ ഭഗവാന്റെ നിഴൽ പോലെ കൂടെ നിന്ന ശിഷ്യഗണങ്ങൾ, ധാരാളം ശിഷ്യന്മാരുള്ള സ്വാമി തൃപ്പാദങ്ങൾക്ക് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രഗതികൾ രചിച്ചിട്ടുണ്ട്. അത് നമുക്ക് പലതും അറിവുള്ളതും നമ്മുടെ നിത്യപ്രാർത്ഥനകളുടെ ഭാഗമാക്കിയിട്ടുള്ളതും നമ്മുടെ ചതയ പ്രാർത്ഥനകളിലും കുടുംബ യൂണിറ്റുകളുടെ പ്രാർത്ഥനകളിലും ഒക്കെ പ്രാർത്ഥിക്കുന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാല് ഇപ്പോ കോട്ടുകോയിക്കൽ വേലായുധന്റെ എല്ലാവർക്കും അറിയാവുന്ന നാരായണ രൂപം നയനാഭിരാമം നാരായണ നാമം കർണാമൃതം, അത് ശ്രീനാരായണ ഗുരുദേവനെ സ്തുതിച്ചുകൊണ്ട് കോട്ടുകോയിക്കൽ രചിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ അങ്ങനെ അത് തുടങ്ങി നിരവധിയായിട്ടുള്ള സ്വാമി ശ്രീനാരായണ ചൈതന്യ, മാധവാനന്ദ സ്വാമികള്, ശ്രീ ബോധാനന്ദ സ്വാമികളുടെ സമാധി നമുക്ക് കന്നി 9-നാണ്. അതിന് ഒരു വിശേഷാൽ പ്രഭാഷണമൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ബോധാനന്ദ സ്വാമികള്, സ്വാമി ധർമ്മതീർത്ഥര്, ശ്രീനാരായണ തീർത്ഥസ്വാമികള്, അങ്ങനെ നിരവധിയായിട്ടുള്ള സന്യസ്ത ശിഷ്യന്മാരും ഗൃഹസ്ഥ ശിഷ്യന്മാരും ഒക്കെ, ഗീതാനന്ദ സ്വാമി, പിന്നെ ഒരു അഡ്വക്കേറ്റ് പി മാധവൻ വർക്കല എഴുതിയ ഒരു നാരായണ ഗുരുദേവൻ ദിവ്യ നാരായണൻ ആരറിയുന്നു, അത്തരത്തിലുള്ള ധാരാളം സ്തോത്രകൃതികൾ രചിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ കീർത്തി പാടി പുകഴ്ത്തിക്കൊണ്ട്, അങ്ങനെയാണല്ലോ അത് ഭഗവാൻ സശരീരനായിരിക്കെ തന്നെ നമുക്കറിവുള്ള കാര്യങ്ങളൊക്കെയാണ്. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ബോധാനന്ദ സ്വാമികൾ ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത് ഭഗവാൻ സശരീരനായിരിക്കുകയാണ്. എന്നിരുന്നാലും എന്തുകൊണ്ട് ഗുരുസ്തവം നിത്യപ്രാർത്ഥനയുടെ ഭാഗമാക്കണം, ഗുരുസ്തവത്തിന്റെ പ്രത്യേകതകൾ ഒക്കെ ഒന്ന് ചർച്ച ചെയ്യുവാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗുരുസ്തവം 1916 ഭഗവാന്റെ ഷഷ്ടിപൂർത്തി ആഘോഷവേളയിൽ ഭഗവാന് പാത കാണിക്കയായി സ്വാമി തൃപ്പാദങ്ങളുടെ അരുമ ശിഷ്യൻ ചിന്നസ്വാമി എന്ന് ഗുരുദേവൻ സ്നേഹത്തോടെ വിളിക്കുന്ന കുമാരു എന്ന മഹാകവി കുമാരനാശാൻ രചിച്ചതാണ് ഗുരുസ്തവം. അത്തരത്തിൽ നമ്മൾ ഗുരുസ്തവത്തിനെ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ മഹാകവി കുമാരനാശാനെ ഒന്ന് മനസ്സിലാക്കാതെ പോകുന്നത് തികച്ചും ഒരു ഭൂഷണമായ കാര്യമല്ല. ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗുരുസ്തവത്തിന്റെ രചയിതാവായ കുമാരനാശാനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ ഏതോ ഒരു കർമ്മം, ശുഭകർമ്മങ്ങളൊക്കെ നമ്മൾ വിളക്കിൽ അഗ്നി പകർന്നുകൊണ്ട് ആരംഭിക്കുമ്പോൾ ദീപാർപ്പണം ചൊല്ലിയാണ് നമ്മൾ അതിനെ തുടങ്ങുന്നത്. ഭാവബന്ധമൊടു സത്യരൂപന ദേവ നിൻ മഹിമ ആർന്ന പൂവിനിൽ എന്ന് തുടങ്ങുന്ന ആ ദീപാർപ്പണ പ്രാർത്ഥന രചിച്ച സങ്കീർത്തനം എന്ന ഒരു കൃതിയിൽ വളരെ
മനോഹരമായി ഈശ്വരനെ പാടിപ്പോറ്റുന്ന ചന്തമേറിയ പൂവിലും ശലഭാവമാം ശലഭത്തിലും എന്ന് തുടങ്ങുന്ന ഈശ്വരനെ വാഴ്ത്തി പാടുന്ന ആ സങ്കീർത്തനം രചിച്ചിട്ടുള്ള മഹാകവി കുമാരനാശാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അരിമ ശിഷ്യനായിരുന്നു. ഭഗവാന്റെ കൂടെ നന്നേ ചെറുപ്പത്തിലെ കൂടിയതാണ്. കായിക്കരയിലെ കടൽത്തീരത്തെ കുഞ്ഞോളങ്ങളെ നോക്കി ശൃംഗാര കവിതകൾ പാടിയിരുന്ന ഒരു ബാലനായിരുന്നു കുമാരനാശാൻ. അന്ന് ആശാനല്ല, കുമാരമായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അഞ്ചുതെങ്ങ്, വക്കം തുടങ്ങിയ പ്രദേശങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവൻ തന്റെ കർമ്മമണ്ഡലത്തിൽ വിരജനായി നിന്ന് സഞ്ചാരം ചെയ്യുന്ന വേളകളിൽ കുമാരനെ കണ്ടെത്തുകയും, നമുക്കറിയാം ഇരുമ്പ് തരികൾ ഒരു കാന്തത്തെ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത്തരമൊരു പ്രകൃതി പ്രതിഭാസം എന്നവണ്ണം കുമാരനെ കണ്ട മാത്രമേ തന്നെ ഇത് നമ്മോട് ചേരേണ്ടതാണെന്ന് ശ്രീനാരായണ ഗുരുവിന് മനസ്സിലാകുകയും ഗുരു കുമാരനെ ചേർത്ത് പിടിക്കുകയുമാണ് ഉണ്ടായത്. കുമാരനാശാന്റെ പിതാവ് നാരായണൻ എന്ന് നാമധേയമായ ഒരു കച്ചവട നടത്തുന്ന ഒരു പിതാവാണ്. മാതാവ് കാളിയമ്മ. നല്ല തികഞ്ഞ ഭക്തിയുള്ള, വിശേഷിച്ച് ഒരു ഭക്തിയുള്ള ഒരു ദമ്പതികള്. അവരുടെ 9 മക്കളിൽ രണ്ടാമനായിരുന്നു കുമാരൻ. മാതാപിതാക്കളോട് സംസാരിച്ച് വീട്ടിലെത്തി. ആ സമയം ഗുരുദേവൻ കുമാരനോട് നീ നമ്മോടൊപ്പം പോരുന്നോ എന്ന് ചോദിച്ചു. അത്തരത്തിലൊരു ചോദ്യം എപ്പോൾ ഗുരുമുഖത്ത് നിന്ന് വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വളരെ ആകാംക്ഷാപൂർവം നിന്നിരുന്ന കുമാരന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ലായിരുന്നു. സ്വാമി തൃപ്പാദങ്ങളുടെ കൂടെ അന്നു മുതൽ നിഴൽ പോലെ ഏതാണ്ട് 2 പതിറ്റാണ്ടോളം ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം 2 പതിറ്റാണ്ടോളം ഭഗവാനോടൊപ്പം ജീവിച്ചു. അതിനുശേഷമല്ല, അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ തന്നെ ഭഗവാൻ ഡോക്ടർ പൽപ്പു, നമുക്കെല്ലാവർക്കും അറിയാം, SNDP യോഗം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ സ്ഥാപകത്തിന് കാരണഭൂതനായ വ്യക്തിത്വങ്ങളിൽ പ്രഥമഗണനീയനായ ഡോക്ടർ പൽപ്പുവിനെ ഏൽപ്പിക്കുകയായിരുന്നു കുമാരനെ. അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ചെയ്യണം, അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു സാഹചര്യം നമ്മുടെ കൊച്ചു കേരളത്തിൽ, അന്ന് കേരളമല്ല, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 നാട്ടുരാജ്യങ്ങളായി നിന്നിരുന്ന ഒരു സമയമാണ്. മലയാളക്കര എന്ന് പൊതുവെ പറയും, കേരളം രൂപീകൃതമായിട്ടില്ല. ആ കാലഘട്ടത്തില് ഡോക്ടർ പൽപ്പു മൈസൂർ ഗവൺമെന്റിന്റെ കീഴില് സർവീസിൽ ജോലി ചെയ്യുകയാണ്. ഡോക്ടർ പൽപ്പു എന്തുകൊണ്ട് മൈസൂർ ഗവൺമെന്റിന്റെ കീഴിൽ
ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി എന്നൊക്കെ ഉള്ളത് നാം ഇതിനു മുമ്പ് വളരെ വിശദമായി തന്നെ എല്ലാ പ്രഭാഷണ പരമ്പരകളിലും നമ്മളുടെ ആണ്ടുതോറും നടക്കാനുള്ള ദർശന സംഗമത്തിലുമൊക്കെ വളരെ ആധികാരികമായി നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്നിരുന്നാലും അന്നത്തെ അക്കാലത്ത് മലയാളക്കരയിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥിതിയുടെ ഭാഗമായി, അല്ലെങ്കിൽ അതിന്റെ ബാക്കി പത്രം എന്നോണം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ രാജ്യം എന്ന് ഉദ്ദേശിക്കുന്നത് കേരളക്കരയിലെ നാട്ടുരാജ്യത്ത് ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നതിന് ഉണ്ടായിരുന്ന വിലക്ക്, അത് ജാതീയമായ അവഗണന തന്മൂലമാണ് ഡോക്ടർ പൽപുവിന് മൈസൂർ ഗവൺമെന്റിന്റെ കീഴിൽ, അല്ലെ മൈസൂർ ഗവൺമെന്റിന്റെ മെഡിക്കൽ ഓഫീസറായി സേവനമനുഷ്ഠിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഡോക്ടർ പൽപു ശ്രീനാരായണ ഗുരുദേവന്റെ ആജ്ഞ പ്രകാരം കുമാരനെ കൂടെ കൂട്ടി ഭഗവാനെ പിരിയുന്നത് ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കൂടെ കൂടിയ നാൾ മുതൽ സ്വന്തം സഹചാരിയായുടെ നേരിൽപ്പോലെ ഉണ്ടായിരുന്ന കുമാരന് ശ്രീനാരായണ ഗുരുദേവനെ പിരിയുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധ്യമായിരുന്ന ഒരു കാര്യമല്ല. വീട്ടിൽ നിന്ന് പോന്നിട്ട് മാതാപിതാക്കളെ കാണാൻ പോലും കുമാരനാശാൻ പോയിട്ടില്ല. അത്ര സമയം പോലും ഭഗവാനെ പിരിയുന്നതിന് കഴിയുമായിരുന്നില്ല കുമാരന്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ വിട്ട് ഉന്നത പഠനം നടത്തുവാൻ ബാംഗ്ലൂരിലേക്ക്, മൈസൂർ എന്ന് പറയുമ്പോൾ കർണാടക, ആ കർണാടകയിലെ ബാംഗ്ലൂരിലെ ഒരു സംസ്കൃത കോളേജില് അഡ്മിഷൻ തരപ്പെടുത്തി അവിടേക്ക് പോവുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഈ ജാതി വ്യവസ്ഥിതിയുടെ അലയൊലികൾ നിറഞ്ഞു നിന്നിരുന്നതായി നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. ആയതുകൊണ്ട് തന്നെ ബ്രാഹ്മണർക്ക് മാത്രം പ്രവേശനം ഉണ്ടായിരുന്ന ഒരു സംസ്കൃത കോളേജിൽ ഡോക്ടർ പൽപു എന്ന മഹത് വ്യക്തിത്വത്തിന്റെ, നമുക്കറിയാം, അനന്യ സാധാരണമായ കഴിവുകളുടെ വ്യക്തിത്വത്തിന്റെയും ഉടമയായിരുന്നു ഡോക്ടർ പൽപു എന്ന് ഡോക്ടർ പൽപുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഡോക്ടർ പൽപു മദ്രാസ് ദിവാനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ ശുപാർശയോടുകൂടി തരപ്പെടുത്തിയ ഒരു അഡ്മിഷന്റെ ലഭിച്ച കോളേജിലാണ് കുമാരനാശാൻ. അവിടെ 3 വർഷം തർക്കവിദ്വാൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ചെയ്തു. നിർഭാഗ്യവശാൽ 3 വർഷത്തിന് ശേഷം ആ കോഴ്സ് പൂർത്തിയാകാതെ അവിടുന്ന് പോരേണ്ട ഒരു സാഹചര്യം കുമാരനുണ്ടായി. ജാതീയമായ ധാരാളം അധിക്ഷേപങ്ങൾക്ക് ഒക്കെ പാത്രമാകുന്ന സന്ദർഭങ്ങളൊക്കെ ഇതിനിടയിൽ വിവരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാലും അത്തരത്തിലുള്ള ആ ഒരു അനുകൂല സാഹചര്യം അല്ലാത്തത് കൊണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ ആ പരീക്ഷ എഴുതാൻ സാധിക്കാതെ അവിടുന്ന് പോയി. തുടർന്ന് മദ്രാസിൽ കുറച്ചു കാലം, വളരെ ചുരുങ്ങിയ ഒരു കാലം, സംസ്കൃത വിദ്യാഭ്യാസം ചെയ്യുന്നതിന് ചേരുകയും ഈ സമയത്ത് ഡോക്ടർ പൽപു വിദേശത്ത് പോയിരിക്കുന്ന ഒരു സമയമായിരുന്നത് കൊണ്ട് കുമാരനാശൻ വീണ്ടും മദ്രാസിലേക്ക് പോരേണ്ടി വരികയും, എന്നാൽ ഡോക്ടർ പൽപു തിരികെ എത്തി
കൽക്കട്ടയിലെ ഒരു സർവകലാശാലയില് കുമാരനാശാന് വീണ്ടും അഡ്മിഷൻ തരപ്പെടുത്തി കൊടുത്തു. അങ്ങനെ കൽക്കട്ടയിൽ പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവിടെയും ഒരു വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്നത് പോലെ പ്ലേഗ് എന്ന മഹാവ്യാധി പടർന്നു പിടിച്ച സന്ദർഭത്തില് കുമാരനാശാന് 1900 അവിടെ നിന്നും തിരികെ കേരളത്തിലേക്ക് പോരണ്ടോ. അങ്ങനെ വിവിധ സർവകലാശാലകളിലെ കോളേജുകളില് പഠനം നടത്തി പൂർത്തിയാക്കുവാൻ സാധിക്കാതെ വന്നുവെങ്കിലും ഈ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കുമാരനാശാന് ഏറെ പ്രയോജനം ചെയ്തു. ആധുനിക കവിത്രയങ്ങൾ ആയിട്ടുള്ള ആശാൻ വള്ളത്തോളാണെന്ന് നാമൊക്കെ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. ആധുനിക കവിത്രയങ്ങളിൽ ഗ്രാജുവേറ്റ് ഉള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളൂർ പരമേശ്വരയ്യരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മജിസ്ട്രേറ്റ് ആയിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ തരത്തിലുള്ള ഗ്രാജുവേറ്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൈവശം ഇല്ല എന്ന് മാത്രമുള്ള ഒരു കുറവാണ് കുമാരൻ ഉണ്ടായിരുന്നത്. ഉള്ളൂരിനെ പോലൊക്കെ തന്നെ മാസ്റ്റർ ഡിഗ്രി അതിനപ്പുറമോ ഉള്ള ജ്ഞാനം ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് കൽക്കട്ടയിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഇംഗ്ലീഷിൽ വളരെ പ്രാവീണ്യം നേടിയിരുന്നു കുമാരനാശാൻ. പത്രത്തിലെ മലയാളം, സംസ്കൃതം, തമിഴ്, കന്നഡ, ബംഗാളി തുടങ്ങി നിരവധിയായിട്ടുള്ള ഭാരതീയ ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നു കുമാരനാശാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ വളരെ പാണ്ഡിത്യമുള്ള, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല അറിവും വിദ്യാഭ്യാസ യോഗ്യതയും നേടിയ ആളായിരുന്നു കുമാരനാശാൻ. ഇത്തരത്തിൽ 1900 തിരികെ മലയാളക്കരയിലെത്തി. ആ സമയത്ത് ശ്രീനാരായണ ഗുരുദേവൻ ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തില് അരുവിപ്പുറം ക്ഷേത്ര യോഗം എന്നുള്ള ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളുമായൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. 1903 മെയ് മാസമാണ് SNDP യോഗം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പിറവിയെടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ SNDP യോഗം എന്ന നമ്മുടെ യോഗം അതിന്റെ പ്രാരംഭഘട്ടത്തിൽ വിവിധങ്ങളായിട്ടുള്ള മറ്റ് ചെറിയ സംഘടന കൊണ്ട് ശക്തരാകുവാൻ നമ്മോട് ആഹ്വാനം ചെയ്ത മഹാഗുരു. SNDP യോഗ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, അരുവിപ്പുറം വാവൂട്ടി യോഗം, അരുവിപ്പുറം ക്ഷേത്രത്തോടനുബന്ധിച്ച് വാവൂട്ടിന് ബലിതർപ്പണാദി കർമ്മങ്ങളൊക്കെ നടത്തുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്ഷേത്ര കമ്മിറ്റി അരുവിപ്പുറം വാവൂട്ടി യോഗം. അത് പിന്നീട് അരുവിപ്പുറം ക്ഷേത്രയോഗമായി പ്രവർത്തനങ്ങളൊക്കെ ആയി വരുന്നു. അങ്ങനെ വിവിധ സംഘടനകളായി നിന്ന സമയത്താണ് 1903 മെയ് മാസം 15-ാം തീയതി അരുവിപ്പുറം SNDP യോഗം എന്ന പേരില് ഇന്ന് നാം അനുഭവിച്ചു പോരുന്ന സർവ സ്വാതന്ത്ര്യങ്ങൾക്കും കാരണഭൂതമായ SNDP യോഗം എന്ന മഹാപ്രസ്ഥാനം പിറവിയെടുക്കുന്നത്. SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി
കുമാരനാശനായിരുന്നു. 1903 SNDP യോഗം സ്ഥാപിതമാകുമ്പോൾ അതിന്റെ പ്രഥമ പ്രസിഡന്റ് ആയുഷ്കാല ആ പദവി വഹിക്കുവാൻ ഭഗവാനാണ് അതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. വൈസ് പ്രസിഡന്റായിട്ട് ഡോക്ടർ പൽപു. ഇതൊക്കെയാണ് SNDP യോഗത്തിന്റെ ചരിത്രം എന്നിരിക്കെ അതിന്റെ പ്രഥമ സെക്രട്ടറി ആയി പ്രവർത്തിച്ച മഹാകവി കുമാരനാശാൻ നമ്മൾക്കറിയാം. നമ്മൾ ഏതൊരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും അവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റ് സ്വാഭാവികമായ ഭരണപരമായ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതുപോലെ തന്നെ സ്വാഭാവികമായും വളരെ ത്യാഗനിർഭരമായ ഒരു പ്രവർത്തനം നടത്തേണ്ടി വന്ന സാഹചര്യമാണ് കുമാരന് അല്ലെങ്കിൽ നമ്മുടെ കുമാരനാശാന് ആ കാലങ്ങളിലൊക്കെ നേരിടേണ്ടി വന്നത്. ഒന്ന്, അന്നത്തെ ജാതീയമായ വേർതിരിവുകള്, വ്യവസ്ഥിതികള്, കീഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവഗണന മൂലമുള്ള ധാരാളം പ്രശ്നങ്ങള്, അതോടൊപ്പം തന്നെ സ്വസമുദായത്തിൽ നിന്ന് പോലും അവഗണന ഏൽക്കേണ്ടി വന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് കുമാരനാശാൻ. അപ്പോഴൊക്കെ ഭഗവാനോടുള്ള ഭക്തി, ശ്രീനാരായണ ഗുരുസ്വാമികളോടുള്ള ഭക്തി, ഭഗവാന്റെ നിലനിൽപ്പോലെ കൂടെ നിന്ന് ഭഗവാന്റെ ആജ്ഞകളെ, കൽപ്പനകളെ ശിരസ വഹിച്ച് അത് നിറവേറ്റുന്ന ഒരു കുമാരനെയാണ് നാം ചരിത്രത്തിൽ കാണുന്നത്. ഈ ഗുരുസ്തവം രചിച്ച ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞു വന്നു. ശ്രീനാരായണ സ്വാമി തൃപ്പാദങ്ങളുടെ ഷഷ്ടിപൂർത്തി ആഘോഷ വേളയില് ഭഗവാൻ ഭഗവാന്റെ പാദകാണിക്കയായി സ്വാമിയുടെ അരുമ ശിഷ്യൻ കുമാരനാശാൻ കാഴ്ചവെച്ചതാണെന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ എന്നുള്ള ഒരു ചോദ്യം ഈ 2025 ഈ ആധുനിക യുഗത്തിൽ ഇത്രയും ഭഗവാനെ പഠിച്ചിട്ടും ഭഗവാന്റെ ദർശനങ്ങൾ ചർച്ച ചെയ്തിട്ടും കൃതികളെ മനനം ചെയ്തിട്ടും നമ്മൾ ചോദിക്കുന്നു. അതുമല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നു. ഭഗവാന്റെ ഷഷ്ടിപൂർത്തി വേളയില് തിരുവനന്തപുരത്ത് കൈതമുക്കില് ഷഷ്ടിപൂർത്തി സ്മാരക മന്ദിരം പണികഴിപ്പിച്ചിട്ടുണ്ട്. ഈ സ്മാരക മന്ദിരത്തിലേക്ക് ഭഗവാന്റെ ഒരു ഛായാചിത്രം 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോട് കൂടി ഭഗവാന്റെ ഛായാചിത്രം പൂജിച്ച് അത് കൈതമുക്കിലെ ഷഷ്ടിപൂർത്തി സ്മാരക മന്ദിരത്തിൽ സമർപ്പിക്കുന്നതിനായി ഭക്തർ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. സശരീരനായിരിക്കെ ശ്രീനാരായണ ഗുരുദേവനെ, സ്വാമി തൃപ്പാദങ്ങളെ പരഹൃദയ ജ്ഞാനി ആയിട്ടുള്ള ധാരാളം സംഭവബഹുലമായിട്ടുള്ള അനുഭവ കഥകൾ ഭഗവാൻ പരഹൃദയ ജ്ഞാനിയാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ളത് ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ സ്ഥാപിച്ചിട്ടുള്ള പഞ്ചലോക വിഗ്രഹ പ്രതിമാ നിർമ്മാണ കമ്മിറ്റി ഒരു പി ശേഖരൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറെ ഭഗവാന്റെ ചിത്രം എടുക്കുവാനായിട്ട് ശിവഗിരിയിലേക്ക് അയച്ചു. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര കമ്മിറ്റി നിർമ്മിച്ച പഞ്ചലോക വിഗ്രഹം ഇറ്റലിയിലെ ടവർലി എന്ന് പറയുന്ന മഹാശില്പിയാണ് നിർമ്മിച്ചത് എന്നുള്ള വിവരം
നമുക്കറിവുള്ളതാണ്. എന്നാൽ ആ പഞ്ചലോഹ പ്രതിഷ്ഠ നിർമ്മിക്കുവാൻ ആവശ്യമായ ഭഗവാന്റെ ഒരു ചിത്രം വേണം എന്നുള്ള ആവശ്യപ്രകാരം പി ശേഖരൻ ശിവഗിരിയിലെത്തി. ശിവഗിരിയിലെ മാവിൻ ചോട്ടിൽ വിശ്രമിക്കുകയായിരുന്ന സ്വാമി തൃപ്പാദങ്ങളുടെ അടുക്കൽ ശേഖരൻ എത്തി. ഭഗവാന്റെ അടുത്ത് അങ്ങനെ ആരും തൊട്ടടുത്ത് ചെല്ലാറില്ല എന്നാണ് പറയുന്നത്. തൊട്ടടുത്ത് എന്നാൽ ഒട്ടും അകലെ എന്നാണ് ഭഗവാന്റെ ശിഷ്യഗണങ്ങൾ പോലും പാലിക്കുന്ന ഒരു മര്യാദ. കാരണം അത്ര പരമ പവിത്രമാണ് സന്നിധി. എപ്പോഴും ഒരു ശാന്തത ഭഗവാന്റെ ചുറ്റും അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെ പി ശേഖരൻ അവിടെ പോയി നിന്നു. എന്താ, നമ്മുടെ ചിത്രമെടുക്കാൻ വന്നതാണോ? ഭഗവാൻ അറിയാം, പറയേണ്ട കാര്യമില്ല. ഇന്നും അങ്ങനെ തന്നെ നമ്മൾ വന്ന് നമ്മുടെ മനോവ്യവഹാരങ്ങളൊക്കെ ഭഗവാന്റെ മുമ്പിൽ, ഭഗവാനെ എനിക്ക് വീട് തരണമേ, കാറ് തരണമേ, ജോലി തരണമേ, എൻ്റെ മക്കളെ ഉയർത്തണമേ, ഇതൊന്നും പറയാതെ എന്തിനാണ് ഭഗവാന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് എന്ന് ഭഗവാൻ അറിയാം. അതിന്നും അറിയാം. കാരണം നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പി ശേഖരനോട് മാവിന്റെ പടമെടുക്കുമോ, മാങ്ങയുടെ പടമെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, എടുക്കാമല്ലോ എന്ന് ശേഖരൻ മറുപടി പറഞ്ഞപ്പോൾ അതിന്റെ രസപ്പണം എടുക്കാമോ എന്നായി ഗുരു. ഗുരുവിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ബാഹ്യമായ രൂപത്തിലല്ല, ആന്തരികമായ സത്തയിലാണ് കാമ്പിരിക്കുന്നത് എന്നുള്ള ഒരു യുക്തിയാണ് അവിടെ ഉള്ളത്. ശേഖരൻ ഒന്ന് പകച്ചു നിന്നു. ഗുരു ആ ചോദ്യം കഴിഞ്ഞിട്ട് രൂപയിൽ ഇരിക്കുന്ന പോലെ ചെരിഞ്ഞുള്ള ചിത്രമെടുത്താൽ മതിയോ എന്ന് ശേഖരനോട് തിരികെ ചോദിച്ചപ്പോൾ ശേഖരൻ സ്തംഭിച്ചു പോയി. അല്ലെങ്കിൽ ശേഖരൻ ഒരു നിമിഷം അലിഞ്ഞില്ലാതായി പോയി എന്നുള്ള ഒരു സ്ഥിതിയിലായി. കാരണം ശേഖരൻ ഉദ്ദേശിച്ചിരുന്നത് ഭഗവാന്റെ അത്തരത്തിലുള്ള ഒരു ചിത്രം എടുക്കാനാണ്. ഭഗവാനോട് അങ്ങനെ പോസ് ചെയ്യണം, ഇങ്ങനെ പോസ് ചെയ്യണം എന്നൊന്നും പറയാതെ പരഹൃദയജ്ഞാനിയായിട്ടുള്ള ഭഗവാൻ തിരിച്ച് ശേഖരനോട് ചോദിക്കുകയാണ്, രൂപയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ചെരിഞ്ഞുള്ള ചിത്രം മതിയോ എന്ന്. ഞാൻ പറഞ്ഞു വന്നത് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടുകൂടി കൈതമുക്കിലെ ശിഷ്ടിമൂർത്തി സ്മാരക മന്ദിരത്തിലേക്ക് ഭഗവാന്റെ ചിത്രം കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആലോചന നടക്കുമ്പോൾ, അങ്ങനെ ഒരു പൂജകൾ അല്ലെങ്കിൽ അങ്ങനെ ഛായാചിത്രം വെച്ച് പൂജിക്കുമ്പോൾ ഈ വിവരം ഭഗവാൻ തീർച്ചയായും മനസ്സിലാക്കുകയും അതിനെ വിലക്കുകയും ചെയ്യേണ്ടതല്ലേ? ചെയ്യേണ്ടതാണ്. ചെയ്തിരുന്നില്ലല്ലോ. ആ കാലഘട്ടത്തിൽ പോലും ഷഷ്ടിപൂർത്തി ആഘോഷ വേളയിൽ പോലും ഭക്തർ സ്വാമിയെ ഈശ്വരനായി ദൈവമായി കണ്ട് ആരാധിച്ചു പോന്നിരുന്നു. അപ്പൊ അത്തരത്തിൽ ഷഷ്ടിപൂർത്തി സ്മാരക മന്ദിരം കൈതമുക്കൽ സ്ഥാപിച്ചപ്പോൾ 1916 1903 മുതൽ 1919 വരെ ആണ് കുമാരനാശാൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ച കാലഘട്ടം. അതിലെ 1916 എന്ന് പറയുന്ന വർഷം കുമാരനാശാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല. ആ സമയത്ത് ഷഷ്ടിപൂർത്തി സ്മാരക കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അന്ന് സ്വസമുദായത്തിൽ നിന്നുള്ള ആളുകൾ ആശാനി ഷഷ്ടിപൂർത്തി സ്മാരക മന്ദിരത്തിന്റെ അടിത്തറ ചേർകൊണ്ട് കെട്ടിയ ശേഷം
സിമന്റ് കൊണ്ട് കെട്ടിയ രീതിയിൽ കണക്കെഴുതി പണം അപഹരിച്ചു എന്നുള്ളൊരു ആരോപണവുമായി സ്വാമി തൃപ്പാദങ്ങളെ സമീപിച്ചു. കുമാരൻ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയില്ല എന്ന ഉത്തമ ബോധ്യമുള്ള സ്വാമി ഈ പരാതിയുമായി വന്ന ആളുകളുമായി അവിടെ ചെല്ലുകയും അതിന്റെ അടിത്തറ തോണ്ടി അവരെ അത് സിമന്റ് കൊണ്ട് കിട്ടിയതാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തതായി പറയുന്നു. അത്തരത്തിൽ അവഹേളനങ്ങളും ആരോപണങ്ങളും ഒക്കെ പാത്രീഭൂതനാവേണ്ട വന്ന ഒരു ദുരവസ്ഥ എന്ന ഒരു കൃതി പോലും രചിച്ചിട്ടുള്ള, അത് ഇതുമായി ബന്ധപ്പെട്ടുള്ളതല്ല, നമുക്കറിയാം മാപ്പിള ലഹള മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ആണ് കുമാരനാശാൻ ആ ദുരവസ്ഥ എന്ന കൃതി രചിച്ചത്. 45-ാമത്തെ വയസ്സിൽ ഭാനുമതി അമ്മയെ വിവാഹം ചെയ്തു. എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ അനുവാദത്തോടുകൂടി ഭഗവാനെ ആലോചിച്ച ശേഷം ചെയ്തിരുന്ന കുമാരൻ ഭാനുമതി അമ്മയെ വിവാഹം ചെയ്ത കാര്യം ഗുരുദേവനിൽ നിന്നും മറച്ചു വെച്ചു. അതല്ലെങ്കിൽ പിന്നീട് പറയാം എന്നുള്ള ഒരു സംഗതിയാക്കി മാറ്റിവെച്ചു. ഒരു കവിത രചനയിലൂടെ അനുവാദം ചോദിക്കുന്നതായി പറയുന്നുണ്ട്. അത്തരത്തിലൊരു കവിത രചിച്ച് ഗുരുദേവനോട് അനുവാദം ചോദിക്കുന്നുണ്ട്. പക്ഷെ പരഹൃദയജ്ഞാനിയായ ഭഗവാൻ അതിന് മുമ്പേ, അതായത് ആശാന്റെ ആ സമ്മതം ചോദിച്ചുകൊണ്ടുള്ള കത്തില് അല്ലെങ്കിൽ ആ പദ്യശകലത്തില് അനുഗ്രഹം ഉണ്ടാവണം, ആശീർവദിക്കണം എന്നുള്ള രീതിയിലാണ് അത് കൺക്ലൂഡ് ചെയ്തത്. അത് വായിച്ച ഭഗവാൻ അനുഗ്രഹം എപ്പോഴും ഉണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അതായത് ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിനായിട്ട് ഒരു കവിതാ ശകലം എഴുതി അല്ലെങ്കിൽ ഒരു കത്തെഴുതി ഭഗവാനോട് അപേക്ഷിക്കേണ്ട കാര്യമില്ല, എപ്പോഴും കുമാരവിനോടൊപ്പം നാം ഉണ്ടല്ലോ എന്നുള്ള ഒരു മറുപടിയാണ് കുമാരനാശാന് കൊടുത്തത്. എല്ലാവർക്കും അറിവുള്ളതുപോലെ 51-ാമത്തെ വയസ്സിൽ 1924 ജനുവരി 16 കൊല്ലത്ത് നിന്നും റെഡീമർ ബോട്ടിൽ യാത്ര ചെയ്ത് സഹയാത്രികരെ തന്റെ കവിത ചൊല്ലി കേൾപ്പിച്ച് ഇരിക്കുന്ന സന്ദർഭത്തിൽ ഏതാണ്ട് പുലർച്ചെ 3 മണിയോടുകൂടി അടുക്കുന്ന സമയത്ത് പടനയാറ്റിന്റെ ഓള കയങ്ങളിലേക്ക് റെഡീമർ ബോട്ട് എങ്ങനെയോ മറിയുകയും കുമാരനാശാൻ ആ ബോട്ടപകടത്തിൽ ദേഹവിയോഗം പ്രാപിക്കുകയും ചെയ്തു. കുമാരനാശാന്റെ ദുരവസ്ഥയിൽ ആശാൻ എഴുതിയ ഒരു പദ്യശകലം, അത് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഈ അപകടം ആശാൻ എഴുതിയ പദ്യശകലവുമായി കൂട്ടി വായിച്ചാൽ അതിപ്രകാരമാണ്: അന്തമില്ലാതുള്ളൊരാഴത്തിലേക്കിതാ താഴുന്നു താഴുന്നു കഷ്ടം, പിന്തുണയും പിടിയും കാണാതുഭയം ചീന്തി, ദുസ്വപ്നത്തിലെന്ന പോലെ പൊന്താനെഴുന്നു കാൽ നിൽക്കുന്നില്ലെന്റെ ചിന്തയിൽ, ചിറകുകൾ നൽകണേ നീ. ദുരവസ്ഥയിൽ പറഞ്ഞ വാക്കുകൾ അറം പറ്റുന്ന തരത്തിൽ 51-ാമത്തെ വയസ്സിൽ സ്വാമി തൃപ്പാദങ്ങളെയും ഈ ലോകത്തെയും വിട്ടുവിട പറഞ്ഞ മഹാകവി കുമാരനാശാൻ, ആശാന് നാരായണ ഗുരുസ്വാമി എന്നാൽ സർവസ്വമായിരുന്നുവെന്ന് കാണിക്കുന്ന
അല്ലെങ്കിൽ ഭഗവാന്റെ ജീവചരിത്രം വെറും 7 പദ്യങ്ങൾ കൊണ്ട് ലോകത്തിന് വരച്ചു കാട്ടുവാൻ ധൈര്യം കാണിച്ച മഹാകവി കുമാരനാശാന്റെ ഗുരുസ്തവം നാം എല്ലാം ചൊല്ലാൻ തുടങ്ങുന്നത് നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി എന്ന് തുടങ്ങുന്ന ചരണത്തോടുകൂടിയാണ്. നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി നാരായണമൂർത്തി പരമാചാര്യ നമസ്തേ എന്ന് ഗുരുസ്തവത്തിന്റെ ആരംഭത്തിലും അവസാന പദ്യത്തിന് ശേഷവും നമ്മൾ ചൊല്ലുന്നു. ഇത് ആശാൻ എഴുതിയതല്ല എന്ന് ഭക്തർ ചരണം ഈരടിയായി ചൊല്ലുന്നതാണ് എന്നും രണ്ടു പക്ഷമുണ്ട്. ആരായുധനന്തത്വം ഒരു ജാതി മഹസ്യം നേരാൻ വഴി കാട്ടും എന്ന് തുടങ്ങുന്ന അകാലത്തിൽ തുടങ്ങുന്ന മംഗള സ്തോത്രമാണ് ഗുരുസ്തവം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ഗുരുഭക്തർ ഏറ്റെടുത്ത് പാടി പുകഴ്ത്തുന്ന നാരായണമൂർത്തി എന്ന് തുടങ്ങുന്ന ചരണത്തോടു കൂടിയ ആ 4 വരികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നാം എല്ലാവരും നമ്മുടെ ആത്മീയ തലസ്ഥാനമായ ആത്മീയ കേന്ദ്രമായ ശിവഗിരി ഉൾപ്പെടെ ശിവഗിരിയിൽ പാലിച്ചു പോരുന്ന ഉത്സവത്തിലും ശ്രീനാരായണ ഗുരുദേവന്റെ പ്രാർത്ഥനകൾ നാരായണമൂർത്തി അങ്ങനെ തന്നെയാണ് ചൊല്ലുന്നത്. ഞാൻ ഒരറിവിലേക്കായിട്ട് ഇവിടെ സൂചിപ്പിച്ചുള്ളൂ, അതിലൊന്നും തർക്കമുള്ള കാര്യമല്ല. എന്നാൽ ഗുരുസ്തവത്തിന് സമാജസ്തുതി എന്നുകൂടി മറ്റൊരു പേരുണ്ട്. ഈ സമാജസ്തുതി എന്ന് പറയാൻ കാരണം അതിനകത്ത് സമാജങ്ങളെ, യോഗത്തെ പ്രകീർത്തിച്ചുകൊണ്ടും ഉള്ളതുകൊണ്ടായിരിക്കാം സമാജസ്തുതി എന്നുള്ള ഒരു പേരുമുണ്ട്. കുമാരനാശാന്റെ സമ്പൂർണ്ണ കൃതികളിൽ ഗുരു എന്ന ഒരു കീർത്തനമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സ്തവം എന്നാൽ സ്തുതിച്ചു പാടുന്നത്, സ്തോത്രം എന്നൊക്കെ അർത്ഥം വരുന്നതുകൊണ്ട് അതിനെ ഗുരുസ്തവം എന്ന് പറയുന്നു. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തി ശ്രീനാരായണ ഗുരുദേവൻ ഒരു സന്യാസി ആയിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഒരു യുക്തിവാദി ആയിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഒരു കവിയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ഗുരുപാദ ദശകത്തില് കുമാരനാശാന് തന്നെ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഗുരുപാദ ദശകത്തില് നോക്കുന്നവരുടെ വീക്ഷണകോണിൽ എന്താണോ ഗുരു, അതാണ് ഗുരു എന്ന് അർത്ഥം വരുന്ന തരത്തിൽ ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്ന വരികളുണ്ട്. ഏതായാലും നോക്കുന്നവരുടെ വീക്ഷണകോണിൽ എന്നുദ്ദേശിക്കുന്നത് ഗുരുദേവനെ ഈശ്വരനായി ആരാധിക്കുന്നവർക്ക് ഒരു ഈശ്വരൻ തന്നെയും, സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നവർക്ക് സാമൂഹ്യ പരിഷ്കർത്താവായി ഒക്കെ കാണാവുന്നതാണ്. ഇവിടെ കുമാരനാശാന് തീർച്ചയായും ഈശ്വരനായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. ഒരു സന്യാസി എന്ന തരത്തിൽ ആരിൽ നിന്നും സന്യാസ ദീക്ഷ സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ അത് ഗുരുദേവന് സന്യാസ ദീക്ഷ നൽകുവാൻ തക്ക പ്രാപ്തിയുള്ള സന്യാസികൾ ഇല്ല എന്ന് ഗുരുദേവനോട് കുമാരനാശാനോട് പറഞ്ഞു വരുന്നുണ്ട്. നാരത്തിൽ അയനം ചെയ്യുന്നവൻ എന്ന
വാക്കാണ് നാരായണൻ എന്ന വാക്കിന്റെ അർത്ഥം. നാരായണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പൊരുളായ ആദിനാരായണൻ മഹാവിഷ്ണു. ഇവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ സ്വമേധയായുള്ള നാമധേയം പോലും നാരായണൻ എന്നായിരിക്കെ, അങ്ങനെയുള്ള നാരായണൻ മൂർത്തിഭാവം കൊണ്ട് ഈ ലോകത്ത് ധർമ്മ സംസ്ഥാപനത്തിനായി ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴൊക്കെ ധർമ്മത്തിന് മൂല്യച്യുതി സംഭവിക്കുമോ അപ്പോഴൊക്കെ അവതാരങ്ങൾ പിറവിയെടുക്കും എന്ന് പറഞ്ഞത് അന്വർത്ഥമാക്കി സാക്ഷാൽ ആദിനാരായണൻ മൂർത്തിരൂപം കൊണ്ട്, മൂർത്തിരൂപം മനുഷ്യരൂപം കൊണ്ട് ഭൂമിയിൽ അവതരിച്ചതാണ് ശ്രീ നാരായണ ഗുരുദേവൻ എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് നാരായണമൂർത്തേ, ഗുരു നാരായണമൂർത്തേ, നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ, അങ്ങനെയുള്ള ആചാര്യനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ചരണത്തിന്റെ അർത്ഥ വ്യാഖ്യാനം. ആചാര്യൻ, ധാരാളം ആചാര്യന്മാർ നമുക്കിടയിലുണ്ട്. വേദശാസ്ത്ര ആചാര കാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ള പ്രാവീണ്യമുള്ള ആളുകളെ നമുക്ക് ആചാര്യൻ എന്നാണ് വിശേഷിപ്പിക്കാവുന്നത്. പഠനങ്ങൾ നടത്തുമ്പോൾ അവിടെ വന്ന് ക്ലാസ് എടുക്കുന്ന ആചാര്യന്മാരുണ്ട്. ഇവിടെ ഗുരുവിനെ കുമാരനാശാൻ പരമ ആചാര്യനായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് പരമ ആചാര്യന്റെ പ്രത്യേകത? പ്രസംഗം വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നത്. കാരണം അധരങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന, നമ്മുടെ നാവിൽ വരുന്ന കാര്യങ്ങൾ ശ്രോതാക്കളുടെ അടുത്ത് പറഞ്ഞാൽ മതി. എന്നാൽ പ്രസംഗം പ്രവൃത്തിയിൽ വരിക എന്ന് പറയുന്നത്, പ്രസംഗം പോലെ തന്നെ പ്രവൃത്തിയിൽ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അത്തരത്തിൽ ആചാര നിഷ്ഠകൾ നിഷ്കർഷിച്ച് നമ്മളോട് പറയുക, ഒരു സംഗതി ഇപ്രകാരം ചെയ്യണം, അല്ലെങ്കിൽ അത് ആ രീതിയിൽ അത് അനുവർത്തിക്കേണ്ടതാണ് എന്ന് ആഹ്വാനം ചെയ്യുന്നത്, അത് അതേ തരത്തിൽ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ആളുകളെയാണ് നമ്മൾക്ക് പരമ ആചാര്യ സ്ഥാനം നൽകി വിശേഷിപ്പിക്കാൻ സാധിക്കുക. ഇവിടെ ഭഗവാനെ കുമാരനാശാൻ പരമാചാര്യനായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, നമ്മെ കാട്ടിത്തരുന്നത്. ഏതൊക്കെ കാര്യങ്ങൾ ഭഗവാൻ സ്വജനങ്ങളോട്, ബന്ധുജനങ്ങളോട്, നിരാലംബനായിരുന്ന നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, ആഹ്വാനം ചെയ്തിട്ടുണ്ടോ, അവയൊക്കെയും സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് കാട്ടിത്തന്നത് ആണ് നമ്മളോട് ആചരിക്കാൻ പറയുന്നത്. അതുകൊണ്ടാണ് കുമാരനാശാൻ ഭഗവാനെ നാരായണമൂർത്തി പരമാചാര്യ നമസ്തേ എന്ന് സ്തുതിച്ചുകൊണ്ട് പാടിയത്. ആരായുകിൽ അന്തത്വൊഴിച്ചാതി മനസ്സിൽ നേരാമ്പൽ കാട്ടൻ ഗുരു അനു പരദൈവം, ആരാധ്യന തോർത്തിയിടും ഞങ്ങൾ കവിടുന്ന നാരായണമൂർത്തി, ഗുരു നാരായണമൂർത്തി എന്ന് തുടങ്ങുന്ന പദ്യകൃതികളാണ്. അതാണ് ഞാൻ നമുക്ക് സൂചിപ്പിച്ചത്. അകാലത്തെ തുടങ്ങുന്നു ആരായുകിൽ അന്തത്വം ഒഴിച്ച്. ആരായുകിൽ അന്തത്വം ഒഴിക്കുക എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗുരുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ തിരഞ്ഞു തേരിടണം എന്നാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറയുന്നത്. എന്താണ് തിരയേണ്ടത്? ആരായുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കുകയാണെങ്കിൽ, അന്വേഷിക്കുകയും
എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് അത് അന്വേഷിക്കുന്ന അന്വേഷണമല്ല, അല്ലെങ്കിൽ ആരെയെങ്കിലും അന്വേഷിച്ചു പോകുന്ന അന്വേഷണമല്ല ഇവിടുത്തെ അന്വേഷണം എന്ന് പറയുന്നത്. ആരായെങ്കിൽ അന്ധത്വം ഒഴിച്ച ആദിമഹസ്യൻ സത്യം അന്വേഷിക്കുക. പരമമായ സത്യം പരബ്രഹ്മമാണ്. ഭഗവാൻ ഗതിപ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, നാം ശരീരമല്ല അറിവാകുന്നു. ഇതെല്ലാം കാണപ്പെടുന്നതൊക്കെയും സ്ഥൂല സൂക്ഷ്മം കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അപ്പോൾ പരമാത്മാവാണ്, പരമാത്മ സത്യം. ഭഗവാന്റെ ദർശനം അദ്വൈത ദർശനമാണ്. അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടില്ലാത്തത്. അദ്വൈതം, ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട്, അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്തത്. രണ്ടില്ലാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്. അപ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ, പരമമായ സത്യം. ആ പരമാത്മ ബ്രഹ്മത്തെ, പരമമായ ബ്രഹ്മത്തെ അന്വേഷിക്കുകയും അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് അന്ധത്വം ഒഴിച്ച ആദിമഹസ്യന്റെ നേരാവഴി കാട്ടുന്നു. ഗുരുവല്ലോ പരദൈവം എന്ന് പറയുന്നു. ആദിമനസ് അത് പരബ്രഹ്മമാണ്. ആരായുകിലന്തത്വമൊഴിച്ചാദിമഹസ്സിൽ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരാധ്യനതോർത്തിയിടുകിൽ ഞങ്ങൾ കവിടുന്ന നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. ആരാധ്യൻ അതോർത്തിയിടുകിൽ, അങ്ങനെയുള്ള പരബ്രഹ്മത്തെ അന്വേഷിച്ച് നേരാം വഴി കാട്ടി ഞങ്ങൾക്ക് തരുന്ന പരമമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആരാണോ ആരാധ്യൻ എന്ന് ഓർക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ. ആരാധ്യൻ അതോർത്തിയിടുകിൽ ഞങ്ങൾക്ക് അവിടുന്ന അല്ലയോ ഭഗവാനെ നാരായണമൂർത്തി. ശ്രീനാരായണ പരമഗുരുദേവൻ മാത്രമാണ് ആരാധ്യനായിട്ട് ഞങ്ങൾക്കുള്ളത് എന്നുള്ള അർത്ഥം വരുന്ന ആദ്യത്തെ 4 വരിയിൽ ഭഗവാന്റെ വിശ്വരൂപം നമുക്ക് വെളിവാക്കി തരികയാണ്. അടുത്തത് അൻപാർന്നവരുണ്ടോ അല്ലേ? അൻപാർന്നവരുണ്ടോ, പരവിജ്ഞാനികളുണ്ടോ, വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ. മുൻപായി നിനച്ചൊക്കെയും ഞങ്ങൾ ഭജിപ്പോ നിൻ പാവനഭാവം ഗുരുനാരായണമൂർത്തേ. അൻപ് എന്ന് പറയുന്ന പദം ഭഗവാൻ തന്നെ നമുക്ക് അനുകമ്പ പുസ്തകത്തിൽ പറഞ്ഞു തരുന്നത്. അരുള്, അൻപ്, അനുകമ്പം. അരുളൻപ് അനുകമ്പം മൂന്നിനും പൊരുളെന്നാണിത് ജീവകാരകം. അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിയിടുകയെന്ന നവാക്ഷരി. ഏതാ നവാക്ഷരി? അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരി. അപ്പൊ അൻപ്, അൻപിനെ അനുകമ്പ എന്നും അൻപിനെ സ്നേഹം എന്നും പറയുന്നുണ്ട്. അൻപാർന്നവരുണ്ടോ, ഇവിടെ അൻപിനെ അനുകമ്പയെന്ന് എടുത്താലും സ്നേഹം എടുത്താലും നമ്മൾക്ക് അവസരോചിതം തന്നെയാണ് എന്നാണ് വ്യാഖ്യാനങ്ങളിൽ പറയുന്നത്. ഇതുപോലെ സ്നേഹനിധികളായിട്ടുള്ള, നമുക്കറിയാം ഗോഡ് ഈസ് ലവ്, ഈശ്വരൻ സ്നേഹമാണ്. അൻപാർന്നവർ ഇതുപോലെ സ്നേഹനിധികളായിട്ടുള്ള, ഇനി അനുകമ്പാമൂർത്തിയാണെങ്കിൽ ഇതുപോലെ അനുകമ്പാമൂർത്തിയായിട്ടുള്ള അൻപാർന്നവരുണ്ടോ, പരവിജ്ഞാനികളുണ്ടോ, വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ. അങ്ങനെ സ്നേഹനിധികളായിട്ടുള്ള അനുകമ്പാമൂർത്തികളായിട്ടുള്ള പല കാര്യങ്ങളിലും അഗാധമായിട്ടുള്ള ജ്ഞാനമുള്ള, പരമമായ വിജ്ഞാനത്തിന് പേടിയിരിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ ഭഗവാനെ പോലെ എന്നാണ്
കുമാരകവി നമ്മോട് പറയുന്നത്, അൻപാർന്നവരുണ്ടോ, പല വിജ്ഞാനികളുണ്ടോ, വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ. വൻപ്, അഹങ്കാരം, ഭഗവാന് ഇല്ലാത്തതും ഭഗവാന്റെ അനന്തരഗാമികളായിട്ടുള്ളവർക്ക് കുറേശ്ശെയൊക്കെ ഉള്ളതുമായിട്ടുള്ള ഒരു സാധനമാണ് വൻപ്. അതൊക്കെ നമുക്ക് ഇല്ലാതാക്കിയാലേ ഉയർച്ച ഉണ്ടാവുള്ളൂ. വൻപ്, അഹങ്കാരം ഇരിക്കുന്നിടത്ത് ഈശ്വരൻ വസിക്കില്ല. മനോമാലിന്യങ്ങളെയൊക്കെ നീക്കി നമ്മുടെ വൻപിനെ വെടിഞ്ഞ് ഭഗവാന്റെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ചരിക്കണമെന്നാണ് നമ്മോട് പറയുന്നത്. വൻപാകെ വെടിഞ്ഞുള്ളവർ ഉണ്ടോ ഇതുപോലെ. ഭഗവാനെ അല്ലയോ ഭഗവാനെ പോലെ അഹങ്കാരത്തെ വെടിഞ്ഞിട്ടുള്ള മറ്റാരെങ്കിലും ലോകത്തുണ്ടോ എന്നുള്ള തരത്തിലാണ് കുമാര മഹാകവി ചോദിച്ചിരിക്കുന്നത്. മുൻപായി നിലച്ചൊക്കെയിലും ഞങ്ങൾ ഭജിപ്പോ നിൻ പാവന പാദം ഗുരുനാരായണമൂർത്തി. ഭഗവാന്റെ പാവനമായ പാദം നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാമി തൃപ്പാദം. പരിപാവനമായ ഒരു മാലിന്യത്തിലും പതിക്കാത്ത, ഒരു മാലിന്യവും പതിയാത്ത പരിപാവനമായ ആ പാതാള ബിന്ദങ്ങളിൽ നാം എല്ലാം പ്രണാമം ചെയ്യുന്നതാണ്. മുൻപായി നിനച്ചൊക്കെയിലും ഞങ്ങൾ ഭജിപ്പോ നിൻ പാവനപാദം ഗുരുനാരായണമൂർത്തി. എല്ലാത്തിനും മുൻപായി ഞങ്ങൾ നിന്നെ ഭജിക്കുന്നു എന്നുള്ള തരത്തിലാണ് കുമാര മഹാകവി പറയുന്നത്. ഒരു പ്രാർത്ഥന, ഒരു സത്കർമ്മം ആരംഭിക്കുമ്പോൾ ഗണേശ സ്തുതി, വിനായകാഷ്ടകം, വിനായകനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ ദേവന്മാരെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ, നമുക്ക് ഈശ്വരാരാധന നടത്തുവാൻ അവകാശവും സാഹചര്യവും ഒരുക്കിത്തന്ന അല്ലയോ ഭഗവാനെ, മുൻപായി നിനച്ചൊക്കെയിലും ഞങ്ങൾ ഭജിപ്പൂ നീ പാവനപാദം ഒരു നാരായണമൂർത്തി. അന്യർക്ക് ഗുണം ചെയ്തത്, അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സും ധന്യത്വമുടങ്ങാത്മതപസ്സും വലി ചെയ്തു. സന്യാസികളിൽ ഇങ്ങനെ ഇല്ലനിയെന്നോ വന്യാശ്രമമേകുന്നവരും ശ്രീ ഗുരുമൂർത്തേ. അന്യർക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടി ആയുസ്സും വപുസ്സും ആത്മതപസ്സും ബലി കഴിച്ച മഹായോഗിയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് അടിവരയിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. അന്യർക്ക് ഗുണം ചെയ്യുക. അന്യരെന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ അന്യൻ? ഗുരുവിനാരെങ്കിലും അന്യരാണ്? ഗുരുവിനെല്ലാം സജ്ജനങ്ങളാണ്. അന്യർ എന്ന് പറഞ്ഞാൽ ആലംബഹീനരായിട്ടുള്ള, അവശത അനുഭവിക്കുന്ന, ദീനന്മാരായിട്ടുള്ള ആളുകൾക്ക് ഗുണം ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം ബ്രഹ്മവിത്ത്, ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ്വരീയൻ, പിന്നെ അടുത്ത ഒരു സ്റ്റേജും കൂടെ ഉണ്ട്. 4 സ്റ്റേജാണ് സന്യാസം അല്ലെങ്കിൽ പരബ്രഹ്മത്തിൽ ലയിക്കുവാനായിട്ട് ഉള്ള മോക്ഷ
മാർഗമായി സന്യാസികൾ, അല്ലെങ്കിൽ അതിന് ദർശനമാലയിൽ നിർവാഹ ദർശനത്തില് മഹാഗുരു തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബ്രഹ്മവിത്ത്, ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവിദ്വരീയൻ, ബ്രഹ്മവിദ്വരിഷ്ടൻ, 4 അവസ്ഥകളാണ്. ഗുരു നാരായണൻ, അല്ലെങ്കിൽ നാരായണ ഗുരു മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിലെ അങ്ങോട്ടേക്ക് കയറിപ്പോയി. അവിടെ കുറച്ചു കാലം തപസ്സനുഷ്ഠിച്ചു. അത്തരത്തിൽ അവിടെ ഇരുന്ന് നിർവാണത്തെ പ്രാപിക്കാമായിരുന്നു. ബ്രഹ്മവിദ്വരിഷ്ടൻ എന്നുള്ള ആ ഒരു അവസ്ഥയിലെത്തി മഹാഗുരുവിന് അവിടെ ഇരുന്ന് നിർവാണ പ്രാപ്തി, മോക്ഷപ്രാപ്തി, ആത്മാവും തമ്മിലേ ബന്ധമുള്ളൂ. നേരിട്ട് പരമാത്മാവുമായി ബന്ധമുള്ള ആ ഒരു അവസ്ഥയിലെത്തി ഭഗവാനെ അവിടെ ഇരുന്ന് മഹാനിർവാണത്തെ പ്രാപിക്കാമെന്ന് ഇരിക്കെ ബ്രഹ്മവിത്ത് എന്നുള്ള ആ ഒരു സ്ഥിതിയിലെത്തിയിട്ട് അവിടെ നിന്നും കഷ്ടം ദീനം പിടിച്ചോ മതിലേത് പിടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ട ശീഘ്രം നദിയിൽ ഒഴുകുവാൻ കാലമായി വന്നതിപ്പോഴെന്ന് സുബ്രഹ്മണ്യൻ കീർത്തനത്തിൽ പാടില്ലേ. നമ്മളെപ്പോലെ നമ്മൾ മുൻഗാമികളായിട്ടുണ്ടായിരുന്ന ദീനം പിടിച്ചും മധുര കുടിച്ചും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആർത്തരായി കിടന്ന് ഉഴതിയിരുന്ന ഒരു ജനവിഭാഗത്തെ ഉത്തിഷ്ട ശീഘ്രം ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് ആ ബ്രഹ്മവിത്ത് എന്ന് പറയുന്ന അവസ്ഥയും മരുത്വാമലയിൽ നിന്നും അനുകമ്പാമൂർത്തിയായ ഭഗവാൻ തിരികെ താഴേക്കിറങ്ങി വന്ന് ലോകത്തിന് വേണ്ടി പ്രയത്നിച്ചു. അതാണ് അന്യർക്ക് ഗുണം ചെയ്യുന്നതിനായുസ്സു വപുസ്സും ധന്യത്വമുണ്ട് അങ്ങ് ആത്മതപസ്സും ബലി ചെയ്തു. ആത്മതപസ് ഈ പറഞ്ഞിട്ടുള്ള ബ്രഹ്മവിദ്വരീയൻ, ബ്രഹ്മവിദ്വിഷ്ടൻ എന്നുള്ള ആ സ്ഥിതിയൊക്കെ പ്രാപിച്ച് ഈശ്വരനിലേക്ക് തന്റെ മോക്ഷം മാത്രം കാക്ഷിച്ചു പോവാതെ താഴെ തട്ടിലുള്ള അവസ്ഥ അനുഭവിക്കുന്ന ഒരു ജനതയെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി വന്നു എന്നുള്ളതാണ്. ചെവിക്കൊണ്ട് മതപ്പോരുകൾ കണ്ടും മോദസ്ഥിതനായ പോലെ വേദാഗമസാരറിഞ്ഞൊരുവെന്താ വാദങ്ങൾ ചെവിക്കൊണ്ട് മതപ്പോരുകൾ കണ്ട്. ഇച്ചിരി സ്പീഡിൽ പോവാണ്. നമ്മുടെ കുമാരനെ കുറിച്ച് പറഞ്ഞ ഇച്ചിരി കൂടിപ്പോയത് അല്ലെ. അപ്പൊ അത്തരത്തില് നമ്മള് വാദങ്ങൾ ചെവിക്കൊണ്ട് മതപ്പോരുകൾ കണ്ട് ഇന്നും നടക്കുന്ന കാര്യമാണ് മതപ്പോരുകൾ. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, എന്റെ മതം വലുത്, എന്റെ ആശയം വലുത്, എന്റെ മതത്തിന്റെ ആശയം വലുത്, അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഈ നൂറ്റാണ്ടിൽ നിലനിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. വാദങ്ങൾ ചെവിക്കൊണ്ട് മതപ്പോരുകൾ കണ്ട് വാദപ്രതിവാദങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള എന്റെ മതം എന്ന് പറഞ്ഞാൽ ഗുരുദേവന്റെ അഭിപ്രായത്തിൽ ഗുരുദേവന്റെ മതത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവന്റെ അഭിപ്രായമാണ് അവന്റെ മതം എന്ന് പറയുന്നത്. അതായത് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയാണ് ഗുരു മതം. നമ്മൾ ഉദ്ദേശിക്കുന്ന മതമല്ല ഗുരു ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്ന മതം എന്ന് പറയുന്നത്. അങ്ങനെ വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോരുകൾ കണ്ടും മോദസ്ഥിതനായ വസിപ്പൂ മല പോലെ മോദസ്ഥിതൻ. അങ്ങനെ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ആമോദത്തോടുകൂടി മോദസ്ഥിതനായെന്ന് വസിപ്പൂ മല പോലെ, മോദസ്ഥിതനായെന്ന് വസിപ്പൂ മല പോലെ വേദാഗമ സാരങ്ങൾ അറിഞ്ഞൊരു ബന്ധാൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പൂ ഗുരുമൂർത്തി. എന്താണ് ഭേദാദികൾ? നാം മുമ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഗുരുവിന് ഭേദങ്ങളില്ല, ഒരു ഭേദവുമില്ല. ഗുരുവിന്റെ ദർശനം അദ്വൈത ദർശനമാണ്. ദ്വൈതം
ഇല്ലാത്തത് എന്താണോ അതാണ് അദ്വൈതം. അങ്ങനെ വേദാദികൾ ഗുരു മുമ്പേ കൈവിട്ടതാണ്. അങ്ങനെയുള്ള വാദങ്ങളോ മത കോലാഹലങ്ങളോ അനാചാരങ്ങളോ ഒക്കെ ഇവിടെ നടക്കുമ്പോൾ അതൊന്നും തന്നെ ബാധിക്കത്തില്ലാത്ത തരത്തിൽ മോഹസ്ഥിതനായ വസിപ്പു മല പോലെ വേദാഗമ സാരങ്ങൾ അറിഞ്ഞും ഒരുവൻ താൻ. ഗുരുവിനെ പോലെ ആഗമങ്ങൾ വേദങ്ങൾ നമുക്കറിയാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങിയ വേദങ്ങളൊക്കെ നമ്മുടെ പുരാണങ്ങള്, വേദങ്ങള്, വേദേതിഹാസങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അപാര പാണ്ഡിത്യം നേടിയ വേദ ആഗമസാരങ്ങൾ, വേദാഗമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ചുള്ള ശാസ്ത്രങ്ങൾ, ഇത്തരം ശാസ്ത്രവിദ്യകളിൽ പോലും നമുക്കറിയാം. ഗുരുദേവന്റെ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ ഗുരുദേവൻ 8 വിഷയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ശിവഗിരിയിൽ ചേരണം എന്നാണ് പറഞ്ഞത്. അതായത് ആത്മീയ തീർത്ഥാടനം അല്ല ശിവഗിരിയിൽ ഗുരുദേവൻ അരുളി ചെയ്ത് കൊടുത്തത്, അറിവിന്റെ തീർത്ഥാടനമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെയും പറയുന്നത് എന്താ? ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ. അതിനെപ്പറ്റി ഈ വൈകിയ വേളയിൽ പറഞ്ഞ് വിശപ്പിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, ക്ഷമയെ പരീക്ഷിക്കുന്നില്ല. ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ, അങ്ങനെയുള്ള വേദാഗമ സാരങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടുള്ള ഒരുവൻ ആണ് വേദാദികൾ കൈവിട്ട് വിജയിപ്പൂ ഒരു മൂർത്തെ എന്ന് ഗുരുദേവൻ ഇവിടെ പറയുന്നത്. സ്പീഡ് കൂടി പോകുന്നെങ്കിലും പദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളത് കൊണ്ട് അതിന്റെ ലഘു അർത്ഥം മാത്രം പറഞ്ഞു പോകാം, കുഴപ്പമില്ല. അടുത്ത എന്നാ ചേച്ചി? മോഹാകുലരാം മോഹാകുലരാം ഞങ്ങളെ അങ്ങേടിപ്പോ സ്നേഹാത്മകമാം പാശമടിൽ തെറ്റിഴപ്പോ ബഹുലക്ഷം ജനമേ തിരുനാമം വിജയിപ്പോ. അല്ലയോ ഭഗവാനെ, ഞങ്ങള് മോഹാകുലരാണ്, ഞങ്ങൾക്ക് ആഗ്രഹങ്ങളുള്ളവരാണ്. ഒരാഗ്രഹം തീരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് അടുത്ത ആഗ്രഹം കയറി വരുവാണ്. ഭഗവാനെ മോഹാകുലരാണ് ഞങ്ങള്. ഭഗവാനെ അങ്ങയുടെ അടിപ്പൂ, അങ്ങയുടെ അടിപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതാല ബിന്ദങ്ങൾ, പത്മങ്ങൾ, ഭഗവാന്റെ തൃപ്പാദങ്ങള് താമര, ഇത് താമര പൂവിനോടാണ് നമ്മള് ഉപമിക്കുന്നത്. അത്ര പരമപവിത്രമായ പരിപാലനമായ മോഹാകുലരാം ഞങ്ങളെ അങ്ങയുടെ അടിപ്പൂ സ്നേഹാത്മകമാം പാശം അതിൽ കെട്ടി ഇഴപ്പു. ഇങ്ങനെയുള്ള മോഹാകുലരായിട്ടുള്ള ഞങ്ങളെ അങ്ങയുടെ പാതാര ബിന്ദങ്ങളിൽ അങ്ങയുടെ സ്നേഹമാകുന്ന പാശം കൊണ്ട് ഭഗവാന്റെ സന്നിധിയിൽ ബന്ധിച്ചിരിക്കണമേ, ബന്ധിച്ചിരിക്കുന്നു. സ്നേഹാത്മകമാം പാശം അതിൽ കെട്ടി ഇഴപ്പു. ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമം വ്യാഹാരബലത്താൽ വിജയിപ്പു ഗുരുമൂർത്തെ. മഹാഗുരുവിനെ ഈശ്വരനായി കണ്ട് ആരാധിക്കാതെ സൂര്യൻ കയ്യിലിരുന്നിട്ട് വെളിച്ചം തപ്പി മിന്നാമിനുങ്ങിന്റെ പുറകെ പോയ ആളുകള് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഉത്തരം, അല്ലേ? മഹാസൂര്യൻ നമ്മളുടെ കൈവശം ഇരുന്നിട്ട് തുണി വെളിച്ചം തപ്പി മിന്നാമിനുങ്ങിന്റെ പുറകെ പോയ സന്തതി പരമ്പരകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയുള്ള ബഹുലക്ഷം ജനം ഇപ്പോൾ അതിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് 100 വർഷം കഴിയട്ടെ എന്ന്. ഏതാണ്ട് 100 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഭഗവാന്റെ അത്ഭുതങ്ങൾ, ഭഗവാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഭഗവാനോട് കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ, അതിപ്പോ നമ്മളൊക്കെ വ്യവഹാരങ്ങൾ വ്യാഹാര ബലത്താൽ വിജയിക്കാൻ വേണ്ടിയാണ് ഭഗവാനെ തുറന്നത് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് ഇവിടെ പരമമായ സത്യത്തെ കണ്ടെത്താനാണ്. ബ്രഹ്മാസ്മി എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്തിട്ട് നമ്മൾ ഭഗവാൻ മുമ്പിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ലിസ്റ്റ് ഓഫ് ആവശ്യങ്ങൾ, അല്ലെ, ആവശ്യങ്ങളുടെ ലിസ്റ്റ് നമ്മൾ വ്യാഴാഴ്ച രാവിലെ എഴുതിക്കൊണ്ട് വരും. ഇവിടെ കൗണ്ടറിൽ സന്ധ്യ ചേച്ചി പേരും നാളൊക്കെ എഴുതും. അതിന്റെ കൂടെ നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മുടെ ലിസ്റ്റ്, പ്രസീതനല്ലാത്ത ലിസ്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് വെച്ചാണ് കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമം, അങ്ങയുടെ ഭഗവാനെ അങ്ങയുടെ തിരുനാമം ഉച്ചരിച്ച് ഉരുവിട്ട് പ്രാർത്ഥിച്ച് ബഹുലക്ഷം ജനം അങ്ങേ തിരുനാമം വ്യാപാര ബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തി. അങ്ങനെ ഭഗവാന്റെ തിരുനാമം
പ്രാർത്ഥിച്ച് വിജയിക്കുന്നു, അല്ലെങ്കിൽ അത് സാധിച്ചെടുക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്നു ഞങ്ങൾ എന്നാണ് മഹാകവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആഹാബഹുലക്ഷം ജനം അങ്ങേ തിരുനാമം വ്യാഹാര ബലത്താൽ വിജയിപ്പോ ഗുരുമൂർത്തി. അങ്ങേ തിരുവോടി ഒരു അൻപിൻ വിനിയോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തിടും ഈ ഞങ്ങളുടെ യോഗം. എങ്ങും ജനചിത്തങ്ങൾ ഇണക്കി പ്രസരിപ്പൂ മങ്ങാതെ ചിരം നെൻപുകൾ ശ്രീ ഗുരുമൂർത്തി. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ തിരുവുള്ളത്തിൽ നിന്ന് കൂടിയ ഈ മഹാപ്രസ്ഥാനം സംഘടന കൊണ്ട് ശക്തരാകുവാൻ നമ്മോട് ആഹ്വാനം ചെയ്തിട്ട് പോലീസ് സംഘങ്ങൾ ഉണ്ടാക്കി ഭഗവാൻ. വൃത്തി, ശുചിത്വം അന്ന് അക്കാലഘട്ടത്തിൽ നേരെ ചൊവ്വെ കുളിക്കാൻ പോലും അറിയാൻ വയ്യാത്ത ഒരു സമൂഹം ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. പോലീസ് സംഘം ഭഗവാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പോലീസ് സംഘം അരിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ, ക്ഷേത്ര യോഗം, അരിപ്പുറം മാവൂട്ട് യോഗം, ഇങ്ങനെ നിരവധിയായിട്ടുള്ള സംഘടനകൾക്ക് തുടക്കം കുറിച്ചു വെച്ച ഭഗവാൻ. അത്തരത്തിലുള്ള ഭഗവാന്റെ തിരുവുള്ളത്തിൽ നിന്ന് ഊറി വന്ന ഒരു സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP യോഗം എന്ന ഈ മഹാപ്രസ്ഥാനം. അങ്ങേ തിരുവൂരിയ ഒരു അൻപിന്റെ, ഇവിടെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ അൻപിൻ വിനിയോഗം ഞങ്ങൾക്ക് ശുഭം ചേർന്നൊരു ഈ ഞങ്ങളുടെ യോഗം, അല്ലേ? അതിനെ ഇപ്പോഴും ആർക്കെങ്കിലും മാറ്റി പറയാൻ പറ്റുമോ? SNDP യോഗം എന്ന മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനം അത് ഒരു സമുദായ സംഘടനയായിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. SNDP യോഗത്തിന്റെ ബൈലോയിൽ SNDP യോഗം ഒരു സമുദായ സംഘടനയല്ല. SNDP യോഗ ചരിത്രം ഒക്കെ നമ്മൾ പഠിക്കണം, വായിക്കണം. നമ്മളിവിടെ നിരവധിയായിട്ടുള്ള വേദികളിൽ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ആധികാരികമായി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള അങ്ങയുടെ തിരുവുള്ളത്തിൽ നൂറി വന്ന ഈ അൻപിന്റെ വിനിയോഗം, SNDP യോഗം, അങ്ങേത്തിൽ ഉള്ളോറിയ അൻപിൻ വിനിയോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തിടുമീ ഞങ്ങളുടെ യോഗം. എങ്ങും ജനചിത്തങ്ങൾ ഇണക്കി പ്രസരിപ്പും മങ്ങാതെ ചിരം നിൻപുകൾ ശ്രീ ഗുരുമൂർത്തി. ലോകമെമ്പാടും ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ജനഹൃദയങ്ങള്, ജനങ്ങളുടെ ചിത്തബുദ്ധി, ജനചിത്തങ്ങളെ ഇണക്കത്തോടുകൂടി പ്രസരിപ്പിച്ചു. നമ്മളെ ഗുരു ഒരവസരത്തിൽ ഓർമ്മിച്ചത് കടൽ തീരത്തെ മണൽത്തരികളോടാണ്. കടൽ തീരത്തെ മണൽത്തരികളുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ധാരാളം മണൽത്തരികളുണ്ട്, പക്ഷെ ഒന്നൊന്നിനോട് ചേരില്ല. അപ്പൊ അങ്ങനത്തിലുള്ള ഒരു മണൽത്തരികളാണ്, കടൽ തീരത്തെ മണൽത്തരികൾ പോലെയാണ്. എന്നാലും ഒരു 100 വർഷം കഴിയട്ടെ എന്ന് പറഞ്ഞായിരുന്നു പോയാൽ. അപ്പൊ എന്നും ജനചിത്തങ്ങൾ ഇണക്കി ചേർത്ത് പ്രസരിപ്പു മങ്ങാതെ ചിരം നിൻപുകൾ ശ്രീ ഗുരുമൂർത്തി എന്നുള്ളതാണ് രാഷ്ട്രപതിയുടേത്, ആണ് ലാസ്റ്റ് പദ്യം. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി, കുമാരനാശാൻ ഈ പദ്യത്തിന് 7ാമത്തെ പദ്യമായിട്ട് ഒരു 4 വരികളും കൂടെ ഉണ്ട്. അത് ഞാനിവിടെ നിങ്ങളുടെ അറിവിലേക്കായിട്ടൊന്ന് ചൊല്ലാം. സുഖമായി മേന്മതൊടുന്നോർക്കരുളും കാൽ തുമ്പോടിനിയും വാഴും ശതാബ്ദം ഗുരുമൂർത്തേ. അല്ലെ, നമുക്ക് അറിവുള്ളതാണ്. മഹാസമാധിക്ക് ശേഷം ഈ 4 വരികൾ ചൊല്ലുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. ആധികാരികമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് നമുക്ക് ഇതിന്റെ ശ്രദ്ധയെ കൊണ്ടുവരണം എന്ന് ഇതിന്റെ പഠനങ്ങളിൽ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. നാം ശരീരമല്ല അറിവാകുന്നു, ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ഗദ്യപ്രാർത്ഥനയിലൂടെ നമ്മെ പഠിപ്പിച്ച മഹാഗുരു തീർച്ചയായിട്ടും മഹാനിർവാണത്തെ പ്രാപിച്ചത് ശരീരം ഭഗവാന്റെ ദിവ്യ കളയബലം മാത്രമാണ്. ഭഗവാൻ അതിനുശേഷവും ഈ ലോകത്ത് നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളതിന് ധാരാളം തെളിവുകൾ, ധാരാളം അവസരോചിതമായ സംഭാഷണങ്ങളൊക്കെ സശീലനായിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ശിവഗിരി തീർത്ഥാടന അനുമതിക്ക് ശേഷം, ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷമാണ് അവിടെ തീർത്ഥാടനം നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഭഗവാൻ സശരീരനായിരിക്കും അനുമതി കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ വരുമ്പോൾ സ്വാമി അവിടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ
ഭഗവാൻ തീർച്ചയായും നാം അവിടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. വളരെ ദീർഘവീക്ഷണമുള്ള ക്രാന്തദർശിയായ ഭഗവാൻ 928 മഹാനിർവാണത്തെ ഭാവിക്കും. കന്നി സ്വശരീരത്തെ വെടിഞ്ഞ് പരമാത്മാവിൽ വിലയം പ്രാപിക്കുമെന്ന് അറിയാവുന്ന ഭഗവാൻ തീർച്ചയായിട്ടും ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തപ്പോൾ നാം അവിടെ ഉണ്ടായിരിക്കുമെന്ന് വെറുതെ പറഞ്ഞതല്ല. ഭഗവാൻ ഒന്നും അങ്ങനെ വെറുതെ പറയാറില്ല. അതുകൊണ്ട് തന്നെ ഈ 4 വരിയുടെ അർത്ഥം തന്നെ പോലെ ഉറുമ്പ് ആദിയായിട്ടുള്ള സൂക്ഷ്മ ജീവികൾക്ക് പോലും പാർത്തിരുന്ന അല്ലെ അവരെ കരുതിയിരുന്ന ഭഗവാന് ചിരായുസ് ദയാത്തെ, അങ്ങനെയുള്ള ദയാലുവായ ഭഗവാന് ചിരായുസ് നേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരഞ്ജീവിയായി വാഴട്ടെ എന്നുള്ള ഒരു അർത്ഥത്തോടുകൂടിയാണ് കുമാരനാശാൻ ഈ സ്തോത്രം അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും മഹാസമാധിക്ക് മുമ്പ് കുമാരനാശാന്റെ ദേഹവിയോഗം സംഭവിച്ചതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ 4 വരി ഒഴിവാക്കിയത് പോലും. ആധികാരികമായി കുമാരനാശാൻ ജീവിച്ചിരുന്നെങ്കിൽ ആ 4 വരി ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു വസ്തുത നിങ്ങളുടെ ചിന്തനത്തിന് വിട്ടു തന്നുകൊണ്ട് അത് മറ്റൊരു വേദിയിൽ നമുക്ക് ചർച്ച ചെയ്യണമെന്ന് എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഈ വിചാര സത്രങ്ങൾ അവസാനിക്കുന്നില്ല. നമുക്ക് ഇനിയും തുടർന്ന് വേദികളുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇച്ചിരി ഏറെ നേരം വൈകിപ്പോയി. അതിന് നിങ്ങളുടെയൊക്കെ വിശപ്പ് വീട്ടിൽ പോകേണ്ടതാണ്. അതൊക്കെ സദയം ക്ഷമിക്കുക. ഭഗവാന്റെ ഗുരുസ്തവം എന്ന് പറയുന്ന ഈ സ്തോത്ര കൃതി ഇവിടെ നിത്യപാരായണം അല്ലെങ്കിൽ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ഭവനങ്ങളിലും ഈശ്വരാരാധന ഉണ്ടാകണം എന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഭവനങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും ഈശ്വരാരാധന ഉണ്ടാവണം. അങ്ങനെയുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും പുസ്തകം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും സമയം എന്നെ ശ്രമിച്ച എൻ്റെ എല്ലാ ബന്ധുജനങ്ങൾക്കും ഗുരുദേവ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ.